വെൽക്കം ബാക്ക് ടു പഠിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെൻസുറേഷൻ 2D ആണ്. ഇതുവരെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്, ട്രപീസിയം, സ്കെലിൻ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് കാണാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും അതേപോലെ 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്, അതേപോലെ അതിന്റെ 3 ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരണം? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 ഇന്റേണൽ ആംഗിളിന്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ഇന്റേണൽ ആംഗിളും സെയിം ആണെങ്കിൽ ഒരു ആംഗിൾ ഉറപ്പായിട്ടും 60 ഡിഗ്രി ആയിരിക്കും. എങ്കിലേ 3 ആംഗിളും കൂടെ ചേർത്ത് 180 ഡിഗ്രി വരുത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 ആണ്. √3/4 ആണ് ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിന്റെ 3 സൈഡും ഈക്വൽ ആണ്, അപ്പം 3 സൈഡും കൂടെ ആഡ് ചെയ്യുക. 3a ആണ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി ഈ ട്രയാങ്കിളിന്റെ BC എന്ന് പറയുന്ന സൈഡിലോട്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടക്സിൽ നിന്ന് ഞാനൊരു ലൈൻ വരച്ചു, അതിന്റെ പേര് AO. ഇതാണ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3/2a ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് എന്താണ്? എന്താണ് ഇൻസർക്കിൾ? ഇപ്പൊ ഈ ട്രയാങ്കിളിന്റെ അകത്തായിട്ട് ഒരു സർക്കിൾ വരച്ചാൽ അതാണ് ഇതിന്റെ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിളിന്റെ റേഡിയസ് എന്താണെന്നാ ചോദ്യം. ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് സൈഡ് ഡിവൈഡഡ് ബൈ 2√3 ആയിരിക്കും. സൈഡ് ഡിവൈഡഡ് ബൈ 2√3 ആണ് ഇതിന്റെ ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്താണ്? എന്താണ് സർക്കം സർക്കിൾ? ഈ ട്രയാങ്കിളിന് പുറത്തായിട്ടൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? അതാണ് സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് സൈഡ് ഡിവൈഡഡ് ബൈ √3 ആണ്. ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സൈഡ് ഡിവൈഡഡ് ബൈ 2√3. സർക്കം റേഡിയസ് എന്ന് പറയുന്നത് സൈഡ് ഡിവൈഡഡ് ബൈ √3. ഇനി സർക്കം റേഡിയസും ഇൻസർക്കിൾ റേഡിയസും തമ്മിലുള്ള റേഷ്യോ 2:1 ആയിരിക്കും. 2:1 ആയിരിക്കും സർക്കം റേഡിയസും ഇൻസർക്കിൾ റേഡിയസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസർക്കിൾ റേഡിയസിനെ സർക്കം റേഡിയസിന്റെ പകുതി എന്നും പറയാം. അതായത് ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത് സർക്കം റേഡിയസിന്റെ പകുതി ആയിരിക്കും. R/2 ആണ് ഇൻസർക്കിൾ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനുണ്ട്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: The area of an equilateral triangle is 400√3 square meter. Its perimeter will be. Okay, ഒരു പറഞ്ഞിരിക്കുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a² ആണ്. ഇതെന്ന് പറയുന്നത് 400√3 ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ √3യും ഈ √3 തമ്മിൽ കട്ട് ചെയ്ത് പോകും. പിന്നെ a² എന്ന് പറയുന്നത് 400 × 4,600 ആയിരിക്കും. a² 1,600 ആണെങ്കിൽ a എന്ന് പറയുന്നത് √1,600, അത് 40 ആയിരിക്കും. അപ്പം ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 40 മീറ്റർ ആണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 3a ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സൈഡ് 40 മീറ്റർ ആണ്. അപ്പം 40 × 3 120 മീറ്റർ ആയിരിക്കും ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. If the circumradius of an equilateral triangle be 10 centimeter, then the measure of its in radius is. Okay, അവര് പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇൻ റേഡിയസ് ആണ്. ഓക്കെ, നമുക്കറിയാം സർക്കം റേഡിയസിന്റെ പകുതിയാണ് ഇൻ റേഡിയസ്. ഇവിടെ പഠിച്ചു, സർക്കം റേഡിയസിന്റെ പകുതിയാണ് ഇൻ റേഡിയസ്. സർക്കം റേഡിയസ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇൻ റേഡിയസ് എത്ര ആയിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇൻ റേഡിയസ് 5 സെന്റിമീറ്റർ. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം സർക്കം റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ബൈ √3 ആണ്. അതാണ് 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്തായിരിക്കും? 10 × √3. 10√3 ആണ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇൻ റേഡിയസ് ആണ്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? സൈഡ് ബൈ 2√3. സൈഡ് 10√3 ഡിവൈഡഡ് ബൈ 2√3. √3യും കട്ട് ചെയ്ത് പോകും. 10 ഡിവൈഡഡ് ബൈ 2 5 സെന്റിമീറ്റർ. അപ്പോഴും 5 സെന്റിമീറ്റർ തന്നെ ആൻസർ കിട്ടി. ഇത്രയും ചുറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. സർക്കം റേഡിയസ് എന്ന് പറയുന്നത് ഇൻ റേഡിയസ് എന്ന് പറയുന്നത് സർക്കം റേഡിയസിന്റെ പകുതിയായിരിക്കും. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. If the area of square is 3√3 times of the area of equilateral triangle, then the ratio of the sides of square to the sides of equilateral triangle is equal to. Okay, അവര് പറയുന്നത് ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെന്ന് വെച്ചോ. ആ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ, അതിന്റെ 3√3 ടൈംസ് ആണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എക്സ് എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? √3/4. ഇവിടെ എക്ക് പകരം എക്സ് ആണ് എടുത്തത്. അപ്പം എക്സ് സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയയുടെ 3√3 ടൈംസ് ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോ എ സ്ക്വയർ എന്ന് പറയുന്നത് √3 × √3. ആ റൂട്ട് തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പം 3 ആവും. അപ്പൊ 3 × 3 9 ഡിവൈഡഡ് ബൈ 4 × എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന എക്സ് സ്ക്വയർ സമത്തിന് ഇപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യണം. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9/4. എ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആണ് 9/4. അങ്ങനെയാണെങ്കിൽ എ ഡിവൈഡഡ് ബൈ എക്സ് എന്തായിരിക്കും? √9 ഡിവൈഡ് ബൈ √4. അത് 3/2 ആയിരിക്കും. നമുക്ക് കിട്ടേണ്ടുന്നത് സ്ക്വയറിന്റെ സൈഡും ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പം A:x എന്ന് പറയുന്നത് 3:2 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The in radius of an equilateral triangle is of length 3 cm. Then the length of each median is. Okay, അവർ പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് ആ ട്രയാങ്കിൾ. ഇതിന്റെ ഇൻ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഇതാണ് ഇൻ റേഡിയസ്, ഇതാണ് 3 സെന്റിമീറ്റർ എന്നവർ പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ഓരോ മീഡിയന്റെയും ലെങ്ത് എന്തായിരിക്കും എന്ന് വെച്ചാൽ മീഡിയൻ എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്താണ്. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഇൻ റേഡിയസ് 3 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കം സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? സർക്കം റേഡിയസിന്റെ പകുതിയാണ് ഇൻ റേഡിയസ്. നമ്മളിതാ ഇവിടെ പഠിച്ചതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് സർക്കം റേഡിയസ് ആണ്. ഇൻ റേഡിയസിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ ഇൻ റേഡിയസ് 3 ആണെങ്കിൽ സർക്കം റേഡിയസ് 6 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇൻ റേഡിയസും കിട്ടി, സർക്കം റേഡിയസും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ മീഡിയൻ ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടോട്ടൽ ലെങ്ത്. അപ്പം 6+3 9 സെന്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഓരോ മീഡിയന്റെയും ലെങ്ത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The circumcircle radius of an equilateral triangle is 8 centimeter. The in radius of the triangle is. Okay, അവർ പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? അതിന്റെ ഇൻ റേഡിയസ്. സർക്കം റേഡിയസിന്റെ പകുതിയാണ് ഇൻ റേഡിയസ് എന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. അപ്പൊ സർക്കം റേഡിയസ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇൻ റേഡിയസ് അതിന്റെ പകുതി 4 സെന്റിമീറ്റർ. ഇക്വേഷൻ വെച്ച് കറങ്ങി തിരിഞ്ഞ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The area of an equilateral triangle inscribed in a circle is 9√3 centimeter square. The area of the circle is. Okay, അവർ പറയുന്നത് ഒരു സർക്കിളിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 9√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ √3/4 എ സ്ക്വയർ ആണ് 9√3 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്തായിരിക്കും? √3യും ക്യാൻസൽ ചെയ്ത് പോവും. 9×4 36. എ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. എ സ്ക്വയർ 36 ആണെങ്കിൽ എ എന്ന് പറയുന്നത് √36 ആണ്. അത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് 6 സെന്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കുന്നത് സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സൈഡ് ഡിവൈഡഡ് ബൈ √3 ആണ്. സൈഡ് 6 സെന്റിമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ √3. അപ്പൊ ഈ √3 ക്യാൻസൽ ചെയ്യാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ √3 × √3 3 എന്ന് കിട്ടും. പിന്നെ 6 × √3 6√3. അപ്പൊ ഈ 3ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്യാം. 2√3 എന്ന് റേഡിയസ് കിട്ടും. സർക്കം റേഡിയസ് 3√3 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്നത് സർക്കിളിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? πr². പൈ ഇൻറ്റു റേഡിയസ് 2√3. 2√3 ഇൻറ്റു 2√3. ഓക്കെ, അപ്പോൾ പൈ ഇൻറ്റു √3യും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പിന്നെ അവിടെ 3 മാത്രമേ കാണത്തുള്ളൂ. ഇൻറ്റു 2 × 2 4. അപ്പം 12 പൈ ആണ് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. The area of an equilateral triangle is 4√3 centimeter square. The length of each side of triangle is. Okay, അവർ പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് √3/4 എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ട്രയാങ്കിളിന്റെ ഓരോ സൈഡും എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ എന്തായിരിക്കും? √3യും തമ്മിൽ കട്ട് ചെയ്ത് പോകും. 4 × 4 16. എ സ്ക്വയർ 16 ആണെങ്കിൽ എ എന്തായിരിക്കും? √16 4 സെന്റിമീറ്റർ ആയിരിക്കും ട്രയാങ്കിളിന്റെ ഓരോ സൈഡും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സർക്കിളിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.